നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. ധാത്രിയുടെ വാക്കുകൾ ആ കുബ്ജയെ അളവറ്റ അരിശത്തിൽ എത്തിക്കുകയാണ് ഉണ്ടായത്. കൈലാസ തുല്യമായ അരമനയിൽ നിന്ന് ശക്തിയേറിയ കാൽവെപ്പോടെ ഇറങ്ങിയ മന്ദര കൈകേയിയുടെ ശയനാഘാരത്തിലേക്കാണ് ചെന്നത്. ആ പാപദർശിനി ക്രോധാഗ്നി വമിക്കുന്ന നേത്രങ്ങളെ കൊണ്ട് ദഹിപ്പിക്കത്തക്ക വിധം നോക്കി പറഞ്ഞു, ഒന്നും തന്നെ അറിയാത്ത മൂഢേ, എഴുന്നേൽക്കൂ. ഭയം വന്ന് ചുറ്റുമ്പോൾ സ്വസ്ഥചിത്തയായി കിടക്കുന്നുവല്ലോ. ആപത്ത് മുന്നിൽ എത്തിയിട്ടും യാതൊന്നും അറിയാതിരിക്കുന്നത് കഷ്ടം തന്നെ. മനോഹര ശരീരമാണെന്ന് അഭിമാനിക്കുന്നവളെ, ഇന്ന് ഉണ്ടെന്ന് തോന്നുന്ന സൗഭാഗ്യങ്ങളെല്ലാം വേനൽക്കാല നദിയിലെ ഒഴുക്കുപോലെ വറ്റിത്തുടങ്ങിയെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കൂ. ദർശനത്തിൽ തന്നെ പാപമുണ്ടാക്കുന്ന ആ കൂനിയുടെ കോപത്തോടുകൂടിയ പരുഷവാക്കുകൾ കേട്ട കൈകേയി വിവർണവദനയായി ചോദിച്ചു, മന്ദരെ, നിനക്ക് എന്തുപറ്റി? വലിയൊരാപത്തിൽ പെട്ടതുപോലെ വിഷാദ വിവശയായിട്ടാണ് കാണുന്നത്. കൈകേയിയുടെ മധുരവാക്കുകൾ കേട്ട മന്ദര ദ്വേഷം കൊണ്ട് ഇടറുന്ന അക്ഷരങ്ങളോടെ മറുപടി പറയാൻ തുടങ്ങി. കൈകേയിയുടെ സുഖജീവിതത്തിൽ അത്യാകാംക്ഷയുള്ളവളായ ആ കൂനിക്ക് ശ്രീരാമചന്ദ്രനിൽ ഏറ്റവും വെറുപ്പും താൻ കേട്ട വർത്തമാനത്തിൽ ദുഃഖവും ഉണ്ടായിരുന്നു. ദേവി, സർവവിനാശമാണ് ദശരഥ മഹാരാജാവ് വരുത്തി വച്ചിരിക്കുന്നത്. രാമനെ യുവരാജാവായി വാഴിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നു. ദുഃഖശോകങ്ങളോടുകൂടിയ ഞാനിത ഭയത്തിൽ മുങ്ങിക്കഴിഞ്ഞു. അതെന്നെ ദഹിപ്പിക്കുകയാണ്. ദേവിയുടെ ഹിതം മാത്രം ആഗ്രഹിച്ചാണ് ഇങ്ങോട്ട് വന്നത്. അവിടേക്ക് അല്പദുഃഖമുണ്ടായാൽ അതെനിക്ക് അസഹ്യമായി തീരും. ദേവിയുടെ ഐശ്വര്യാഭിവൃദ്ധി എനിക്ക് അമേയാനന്ദമാണ് ഉള്ളത്. ശ്രേഷ്ഠമായ രാജവംശത്തിൽ ജനിച്ച ദേവി ഒരു മഹാരാജാവിൻ്റെ ഇഷ്ടപത്നിയാണെങ്കിലും രാജധർമ്മത്തിൻ്റെ കാഠിന്യം എന്തെന്ന് മനസ്സിലായിട്ടില്ല. ദേവി അവിടുത്തെ ഭർത്താവാണെന്ന് പറയുന്ന രാജാവ് ഒന്നാം തരം ധാർമ്മിക വർത്തമാനം ഭംഗിയായി പറയുന്നൊരു ശുദ്ധനാണെന്നല്ലേ വിശ്വാസം? വെറും മിരട്ടൽ മാത്രമാണ് ആശാൻ ചെയ്യുന്നത്. ചാടുവാക്യങ്ങൾ ദേവിയോട് പറയും, ഗുണങ്ങൾ കൗസല്യയ്ക്ക് ചെയ്യും. ആ ദുഷ്ടാത്മാവ് ഭരതനെ ബന്ധുഭവനത്തിലേക്ക് അയച്ചു. ഒരു തരത്തിലും ഉപദ്രവമില്ലാത്ത ഈ രാജ്യത്തിൽ നാളെ രാമനെ യുവരാജാവാക്കി അഭിഷേകം ചെയ്യുകയാണ്. പ്രിയതമനെന്ന പേരിൽ ദേവിയുടെ ശത്രുവായ മന്നവൻ യഥേഷ്ടം സന്തോഷിക്കുന്നു. ഉഗ്രവിഷത്തോടുകൂടിയ സർപ്പത്തെ മടിയിൽ കിടത്തിയിരിക്കുകയാണ് ദേവി. വെറുതെ വിടുന്ന ശത്രുവും നാഗവും ഒരുപോലെയാണ്. ദശരഥ നൃപതി ദേവിയോട് ചെയ്യുക. ഭംഗിവാക്കുകൾ എപ്പോഴും പറയുന്ന നൃപൻ രാമന് രാജ്യത്തെ സമർപ്പിച്ചാൽ നമ്മളെല്ലാം കൂട്ടത്തോടെ നശിക്കുകയായി. അതുകൊണ്ട് ഹേ കേകേയ രാജപുത്രി, മകൻ ഭരതനെയും ദേവിയെയും എന്നെയും സാമർത്ഥ്യത്തോടുകൂടി രക്ഷിക്കണം. ഹിതമായത് ചെയ്യണം. മന്ദരയുടെ വാക്കുകൾ അളവറ്റ സന്തോഷത്തെയാണ് കൈകേയിക്ക് ഉണ്ടാക്കിയത്. ശരൽക്കാല ചന്ദ്രലേഖയെ പോലെ എഴുന്നേറ്റിരുന്ന കുമാരി ഹർഷാത്ഭുതങ്ങളോടെ അമൂല്യമായൊരാഭരണം സമ്മാനിച്ച് ആ കൂനിയെ സസന്തോഷം നോക്കിക്കൊണ്ട് തുടർന്നു. മന്ദരെ, എനിക്ക് ഇത്രയും ഇഷ്ടമായൊരു വർത്തമാനം ലോകത്തിൽ മറ്റൊന്നും ഇല്ല. ഈ പ്രിയവാർത്ത അറിയിച്ച നിനക്ക് ഇനിയും എന്താണ് തരേണ്ടത്? രാമനും ഭരതനും എൻ്റെ 2 കണ്ണുകളാണ്. യാതൊരു വ്യത്യാസവും അവരിൽ ഞാൻ കാണുന്നില്ല. രാമനെ നാടുവാഴിക്കുകയാണെന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷിക്കുന്നു. എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയുവാൻ മന്ദരയ്ക്ക് പ്രത്യേകം പാഠവും ഉണ്ടല്ലോ. ഇതിലധികം പ്രിയമായൊരു കാര്യം എനിക്കിനി കേൾക്കാനില്ല. നിനക്ക് ഇഷ്ടമുള്ള വരം ചോദിച്ചോളൂ. തരുന്നതിൽ ഏറ്റവും സന്തോഷമുണ്ട്. കൈകേയിയുടെ വർത്തമാനം ആ കൂനിയെ ഒന്നുകൂടി ചൊടിപ്പിച്ചു. കോപവും വ്യസനവും അവളെ അന്ധയാക്കി. അമൂല്യാഭരണം വലിച്ചെറിഞ്ഞു. കഷ്ടം, അവനവൻ്റെ നില അറിയാത്തൊരു മഹാവിഡ്ഢി. ദുഃഖസാഗരം മധ്യത്തിലാണ് ദേവി കിടക്കുന്നത് എന്ന് മനസ്സിലാക്കൂ. ദുഃഖാർത്ഥയായ ഞാൻ ഉള്ളുകൊണ്ട് ദേവിയെ പരിഹസിക്കുന്നു. വ്യസനം വന്ന് തലയിൽ കയറിക്കഴിഞ്ഞു. എന്നിട്ടും സന്തോഷിക്കുക. ദേവിയുടെ ബുദ്ധിശൂന്യത കാണുമ്പോൾ അടയ്ക്കാൻ കഴിയാത്ത ദുഃഖമാണ് എനിക്കുണ്ടാവുന്നത്. ഏതൊരുവൾക്ക് സപത്നീപുത്രൻ വൈരി അല്ലാതിരിക്കും. ആ ശത്രുവിന് ഐശ്വര്യം വരുന്നത് മരണം തലയിൽ കയറുന്നത് പോലെയല്ലേ? അല്പമെങ്കിലും അറിവുണ്ടെങ്കിൽ സന്തോഷമാണോ ഉണ്ടാവുക? രാജ്യത്തിന് തുല്യമായ അവകാശം ഉള്ളതുകൊണ്ട് രാമന് ഭയം ഭരതനെയാണ്. അതാലോചിച്ചാണ് എനിക്ക് വ്യസനം. അതുകൊണ്ട് തന്നെയാണ് രാമനിൽ നിന്ന് എനിക്ക് ഭയവും. സുന്ദരി രത്നമേ, വിള്ളാളി വീരനായ ലക്ഷ്മണൻ രാമനോട് എത്രമാത്രം അടുപ്പത്തിലാണോ അത്രയും അടുപ്പം ശത്രുഘ്നന് ഭരതനോടുമുണ്ട്. ദേവി, ഏതു നിലയ്ക്ക് ആലോചിച്ചാലും രാജ്യത്തിന് യഥാർത്ഥ അവകാശം ഭരതനാണ്. അനുജന്മാർ 2 പേർക്കും അതിന് അവകാശം ഇല്ല തന്നെ. മഹാവിജ്ഞാനിയും ക്ഷത്രിയാചാര നിരതനും കാര്യങ്ങളൊന്നും നീട്ടിവെക്കാത്തവനുമായ രാമനാൽ ഭരതന് ഉണ്ടാവുന്ന
ഭയം ആലോചിക്കുമ്പോൾ തന്നെ ഞാൻ വിറയ്ക്കുന്നു. സ്ത്രീ സമുദായത്തിൽ വെച്ച് ധന്യാണ് കൗസല്യ. നാളെ പൂയം നക്ഷത്രത്തിൽ അവളുടെ മകന് ഈ വലിയ രാജ്യത്തിൽ അന്തണവര്യന്മാർ അഭിഷേകം നടത്തുകയായി. ശത്രുക്കളെല്ലാം നശിച്ച് യശസ് ആർജിച്ച് ആനന്ദ കണ്ണീരോടെ നിൽക്കുന്ന കൗസല്യയെ ഒരു ദാസി പോലെ തൊഴുതുകൊണ്ട് ദേവിക്ക് നിൽക്കാം. ഇന്നത്തെ സ്ഥിതിക്ക് ഞങ്ങളോട് കൂടിയ ദേവി അവളുടെ ഭൃത്യയായി തീരും. ഓമന മകൻ ഭരതൻ രാമന്റെ ദാസനും. രാമനെ സംബന്ധിച്ച നാരീരത്നങ്ങൾ സന്തോഷാശ്രുക്കൾ പൊഴിക്കുമ്പോൾ ദേവിയുടെ പുത്രവധുക്കൾ ഭരതന്റെ ഇടിവുകൊണ്ട് അഴലാഴിയിൽ മുങ്ങിപ്പൊങ്ങും. മന്ദരയുടെ ദുഃഖഹേതു മനസ്സിലാക്കിയ കൈകേയി ശ്രീരാമചന്ദ്രന്റെ ഗുണഗണങ്ങളെപ്പറ്റി പറഞ്ഞു തുടങ്ങി. മന്ദരെ, മഹാരാജാവിൻ്റെ സീമന്തപുത്രൻ എൻ്റെ രാമൻ എല്ലാ ധർമ്മങ്ങളെയും അറിയുന്നവനും ഗുണസമ്പന്നനും എന്തിനേയും ഒതുക്കി മനസ്സിനെ അചഞ്ചലമാക്കി നിർത്തുവാൻ കഴിവുള്ളവനും കൃതജ്ഞനും സത്യവാക്കുകൾ മാത്രം പറയുന്നവനും പരിനിർമ്മലനുമാണ്. സഹോദരന്മാരെ മാത്രമല്ല ഭൃത്യരെ കൂടി അവരവരുടെ പിതാവെന്ന നിലയിൽ രക്ഷിക്കുന്ന രാമൻ്റെ അഭിഷേക വാർത്ത കേട്ടിട്ട് ഹേ കുബ്ജെ, എന്തിനാണ് അഴലേന്തുന്നത്? പിതാമഹന്മാരുടെ വകയായുള്ള അയോധ്യ മഹാരാജ്യത്തെ നൂറ്റാണ്ടുകൾക്കിപ്പുറം എൻ്റെ ഭരതൻ ന്യായമായി ഭരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഹേ മന്ദരെ, ആനന്ദമേകുന്നൊരുത്സവം വന്നിട്ട് മംഗളങ്ങൾ വരും എന്നറിഞ്ഞിട്ടും സന്തപിക്കരുത്. ഭരതനെ പോലെയല്ല, അതിലധികം മാന്യനാണ് രാമൻ. സ്വന്തം അമ്മ കൗസല്യയേക്കാൾ ഭക്തിയോടെ എന്നെ ശുശ്രൂഷിക്കാറുണ്ട്. അയോധ്യ രാജ്യം എപ്പോൾ രാമന് കിട്ടുമോ അപ്പോൾ മുതൽ അത് ഭരതനുമായി കഴിഞ്ഞു. അനുജന്മാരെ മുഴുവൻ സ്വന്തം ആത്മാവിനെ പോലെയാണ് രാമൻ കരുതുന്നത്. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.